ആത്മഹത്യയുടെ വക്കിൽ നിന്ന് പോലീസിന്റെ നിർണായക ഇടപെടലിൽ യുവാവ് ജീവിതത്തിലേക്ക്. ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്ന് വെളിച്ചം കണ്ടതിനെ തുടർന്ന് എറണാകുളം സൌത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ ഒരു ഫോൺ കോളാണ് നിർണായക ഇടപെടലിന് വഴിയൊരുക്കിയത്. സ്ഥലത്തെത്തിയ പോലീസ് കണ്ടത് തൂങ്ങി നിൽക്കുന്ന യുവാവിനെയാണ്. യുവാവിനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു. കൊച്ചിയിൽ നിന്ന് ആൻ മരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കഴിഞ്ഞ ദിവസം നൈറ്റ് പെട്രോളിംഗിനിടെ പോലീസിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ആ ഫോൺ കോളിലൂടെ അന്വേഷിച്ചെത്തി അവിടെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി പോലീസ് നടത്തിയത് ഒരു വലിയ കാര്യമാണ്. പോലീസിന് ഒരു പൊൻതൂവലാണ് അതിൽ വന്നു ചേർന്നത്. ഒരു യുവാവിന്റെ ജീവനാണ് രക്ഷപ്പെടുത്തിയത്. നമ്മൾ അവരോടൊപ്പമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് അന്ന് ശരിക്കും സംഭവിച്ചത് എന്നുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച 11 മണിയോട് ഇവിടുന്ന് നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ സമയം, ഈ പനമ്പള്ളി നഗറിലെത്തിയ സമയത്ത് ഈ നമ്മുടെ ടാബില്, നിങ്ങളുടെ പോലീസ് ജീപ്പിലുള്ള ടാബിലൊരു കോള് വന്നു, ERS കോള്. അതിനകത്ത് ആ നമ്പറിൽ, അതിനകത്തുണ്ടായിരുന്ന നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ കൊച്ചുകടവന്തർ ഭാഗത്തൊരു വീട്ടിലാണ് അവർ താമസിക്കണമെന്ന്, ഇപ്പം വീട്ടിൽ ഇല്ല എന്ന്, ഒരാഴ്ചയായിട്ട് വീട്ടിന് ഒരു ബന്ധുവീട്ടിലാണെന്നും, ആ അടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ ആരോ കയറിയിട്ടുണ്ടെന്ന് അയൽവാസികൾ പറഞ്ഞ പ്രകാരമാണ് ഈ കോള് വിളിച്ചതെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ ആ സ്ഥലത്തെത്തി. ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അയൽവക്കത്ത് അവിടെ സമീപവാസികൾ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് അകത്ത് ആളുണ്ട് സാറേ എന്ന് പറഞ്ഞു. അപ്പം ഈ സുധീഷും നിതീഷും കൂടെ മറ്റേ മതില് അതിന്റെ ചാടിക്കടന്നു. അപ്പോൾ അടുക്കള വാതിൽ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്ന കണ്ട് ഇവരകത്ത് കയറിക്കഴിഞ്ഞപ്പോൾ അവിടെ ബെഡ്റൂമിൽ ഒരാള് കഴുത്തിൽ കുടുക്കിട്ടിട്ടൊന്ന് പിടയ്ക്കുമായിരുന്നു. അപ്പോൾ സുധീഷ് പെട്ടെന്ന് അയാളെ താങ്ങി പിടിച്ച് നിർത്തിയിട്ട് നിതീഷും കൂടെ ചെന്നു. ഞങ്ങൾ മൂന്നുപേരും കൂടെ അയാളെ തുണി അറുത്ത് മുറിച്ച് ഇറക്കി ജീപ്പിൽ കയറ്റി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. അവിടുന്ന് മതിയായ ചികിത്സ കിട്ടി അയാള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സാർ, ശരിക്കും അഭിമാനകരമായ നിമിഷം സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലേ? ഇത് വളരെ അപൂർവമായിട്ടാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുന്ന, ജീവനോളം വലിപ്പമുള്ള ഒരു നൈറ്റ് പട്രോൾ ഡ്യൂട്ടിയിൽ പോലീസ് എത്തിച്ചേരുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇത് തന്നെയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ഈ നൈറ്റ് പെട്രോളിംഗ് മാത്രമല്ല പകൽ സമയങ്ങളിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും വലിയൊരു ദൌത്യത്തിനാണ് ഇവർ മൂന്നുപേരും സാക്ഷ്യം വഹിച്ചത്. കൊച്ചിയിൽ നിന്നും വിനോദിനൊപ്പം അൻമരിയ സനി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.